Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 5th സെമസ്റ്റർ ആരംഭിച്ചിരിക്കുകയാണ്. സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ കുട്ടികൾ 5th സെമസ്റ്ററിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഓപ്പൺ കോഴ്സിനെ പറ്റിയിട്ട്. 5th ഓപ്പൺ കോഴ്സിലെ ഏറ്റവും ബെസ്റ്റ് സബ്ജക്റ്റ് ഏതാണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ഏത് സബ്ജക്റ്റ് ആണ് ഒന്ന് പറയാൻ പറഞ്ഞിട്ട്, ദെൻ എത്ര മാർക്ക് വേണം പാസ്സാകാൻ ഓപ്പൺ കോഴ്സിൽ. സോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികളെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഓപ്പൺ കോഴ്സ് എന്നുള്ളതും ഈ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ മറുപടിയിലേക്കും 1 by 1 ആയിട്ട് കിടക്കാം. ഇതിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബികോം 5th സെമസ്റ്റർ അല്ലെങ്കിൽ BBA 5th സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇൻകം ടാക്സ്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഈ ക്ലാസ്സസ് ഒക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ് ഒക്കെ 10 സെഷൻ കൊണ്ടാണ് മൊത്തം സബ്ജക്റ്റ് എടുത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. സോ ഇതുവരെ പഠിച്ചു കഴിയാത്ത കുട്ടികൾക്കും നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓപ്പൺ കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പം നിങ്ങൾ BCom ആണ് അല്ലെങ്കിൽ BBA ആണ് പഠിക്കണമെങ്കിൽ നമ്മുടെ ഡിസിപ്ലിൻ അല്ലാത്ത മറ്റേതെങ്കിലും ഒരു ഡിസിപ്ലിനത്തെ ഒരു പേപ്പർ പഠിക്കുക. ഇപ്പോൾ BCom സ്റ്റുഡൻസ് ആണെങ്കിൽ BA-കാരുടെ ഏതെങ്കിലും പേപ്പർ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതാണ് ഓപ്പൺ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 5th ടോട്ടൽ 6 സബ്ജക്ട്സ് പഠിക്കാൻ വരുന്നത്. അപ്പോൾ ഓപ്പൺ കോഴ്സിൻ്റെ മാർക്സ് സാധാരണ സബ്ജക്റ്റിൻ്റെ പോലെയല്ല. എക്സ്റ്റേണല് നമുക്ക് 60-ലും ഇന്റേണല് 15-ഉമാണ്. MCQ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് 15 ചോദ്യങ്ങളാണ്. അങ്ങനെ 75-ലാണ് ടോട്ടൽ മാർക്സ് വരുന്നത്. സോ ഇതിൽ പാസ്സാകാൻ വേണ്ടത് 75-ന്റെ 35% 26.5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 27 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേപ്പറിൽ പാസ്സാകാൻ സാധിക്കും. ഇപ്പോൾ ഓപ്പൺ കോഴ്സിലെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 27 ടോട്ടൽ കേട്ടോ, 75-ല്. ഓക്കെ, ഇതാണ് ആദ്യം ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനുള്ള മറുപടി. ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് കുട്ടികൾക്ക് അറിയേണ്ടത് ഏറ്റവും നല്ല സബ്ജക്റ്റ് ഏതാണ് നല്ല സ്കോർ ചെയ്യാൻ സാധിക്കുന്നു ഓപ്പൺ കോഴ്സിൽ. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിരിക്കും. ഇതൊക്കെയാണ് ഓപ്പൺ കോഴ്സിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന സബ്ജക്ട്സിന്റെ ഡീറ്റെയിൽസ്. അതിൽ ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് 1-2 പറഞ്ഞുതരാം. ഇപ്പോൾ ആദ്യം അപ്രീഷിയേറ്റിംഗ് ലിറ്ററേച്ചർ കാണാൻ സാധിക്കും. പിന്നെ ചലച്ചിത്ര പഠനം മലയാളമാണ്. പിന്നെ സ്പോക്കൺ ഹിന്ദി ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ടു അറബിക് ലിറ്ററേച്ചർ, സയന്റിഫിക് ലിറ്ററേച്ചർ ഇൻ സാൻസ്ക്രിറ്റ് ഉണ്ട്. പിന്നെ അറബിക് ഫോർ ബിഗിനേഴ്സ്, അത് BA അഫ്സലുൽമ ഒഴികെയുള്ള ബാക്കി എല്ലാവർക്കും പഠിക്കാം. ബിക്കോസ് അത് BA അഫ്സലുൽമ സബ്ജക്റ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ ടൂറിസം BA ഹിസ്റ്ററി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എടുക്കാം. നിങ്ങൾക്ക് എടുക്കാം. കേരള എക്കണോമി BA എക്കണോമിക്സ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എടുക്കാം. ഹ്യൂമൻ റൈറ്റ്സ് BA പൊളിറ്റിക്കൽ സയൻസ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എടുക്കാം. ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് BA സോഷ്യോളജി ഒഴിച്ച് എല്ലാവർക്കും എടുക്കാം. ദെൻ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ BA ഫിലോസഫി ഒഴിച്ച് എല്ലാവർക്കും എടുക്കാം. ദെൻ BCom സ്റ്റുഡൻസിനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതാണ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ BCom BBA ഒഴിച്ച് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതാണ് ഇ-കോമേഴ്സ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എടുക്കുന്നതും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടൊരു പേപ്പർ, എസ്പെഷ്യലി BCom BBA സ്റ്റുഡൻസിന് ഈ ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് BA സോഷ്യോളജിക്കാരുടെ ഇത് കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ്. ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. നല്ല ഈസി പേപ്പർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് അത് ഒരു സബ്ജക്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി മറ്റൊരു പേപ്പർ എന്ന് പറയുന്നത് കുട്ടികൾ എടുക്കാറുള്ളത് കൂടുതൽ ഈ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ BA പൊളിറ്റിക്കൽ സയൻസിൻ്റെ അതും എടുക്കാറുള്ള പേപ്പറാണ്. അപ്പോൾ BCom സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ എടുത്ത് കണ്ടിട്ടുള്ള 2 സബ്ജക്റ്റാണ് ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ്, ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ. നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും എടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ ചലച്ചിത്ര പഠനം ഉണ്ട്. ഈ ഒരു പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. മലയാളമാണത്. ഓക്കെ, അപ്പോൾ ഈ പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ നിങ്ങൾക്ക് നോക്കി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണെങ്കിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ എൻ്റെ സജഷനാണ് നൽകിയ എളുപ്പമായിട്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരാറുള്ള സബ്ജക്റ്റ് ലൈഫ് സ്കിൽ ഡെവലപ്മെൻ്റ് ആണെന്ന്. 4 മൊഡ്യൂളാണ് വരുന്നത്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും പറ്റാറുണ്ട് കുട്ടികൾക്ക് കേട്ടോ. ഓക്കെ,
സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്ന ഓപ്പൺ കോഴ്സിനെ പറ്റിയിട്ട്. പലപ്പോഴും ഓപ്പൺ കോഴ്സ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈസി പേപ്പറാണ്, കാരണം മറ്റൊരു ഡിസിപ്ലിനത്തെ ഒരു സബ്ജക്റ്റ് അല്ലേ, അതുകൊണ്ട് വാല്യുവേഷൻ കുറച്ചും കൂടി ലിബറൽ ആവാറുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും. അപ്പോൾ എന്ത് ഡൗട്ടിനെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.